ഞങ്ങൾ യാത്ര ആരംഭിച്ചത് കോഴിക്കോട് നിന്നായിരുന്നു. കോഴിക്കോട് നിന്ന് നമ്മൾ നേരെ എറണാകുളം എത്തി. അവിടെ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തേണ്ടതായി വന്നു. അവിടെ വെച്ചായിരുന്നു നമ്മളുടെ ഷിപ്പിലെ യാത്ര പോകേണ്ടിയിരുന്നത്. ആദ്യം തന്നെ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിലെ സ്കാനിങ് സെൻറ്ററിലെത്തി നമ്മളുടെ ലഗേജെല്ലാം സ്കാൻ ചെയ്യിക്കേണ്ടതായും നമ്മൾ എടുത്ത PCC പെർമിറ്റ് ഇതെല്ലാം അവരെ കാണിച്ചതിന് ശേഷം അവർ ഓക്കെ ആണെങ്കിൽ നമ്മളെ ഒരു ബസ്സിൽ കയറ്റി കൊച്ചിയിലെ ലക്ഷദ്വീപ് ഷിപ്പ് വരുന്ന വാർഫിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ കൊച്ചിയിൽ വാർഫിൽ കാണുന്ന ഈ ഷിപ്പാണ് നമ്മളുടെ യാത്രയ്ക്ക് തുടക്കമായ MV കവറത്തി ഷിപ്പ്. MV കവറത്തി ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ലക്ഷദ്വീപിലേക്ക് കൊച്ചി തുറമുഖത്തിൽ നിന്നുള്ള പ്രധാന യാത്രാ കപ്പലുകളിൽ ഏറ്റവും വലിയതും പ്രശസ്തവുമായ ഒരു പാസഞ്ചർ കാർഗോ ഷിപ്പാണ്. ഇത് ലക്ഷദ്വീപ് ഐലൻഡ് അഡ്മിനിസ്ട്രേഷൻ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 700 പേർ വരെ ഇതിൽ പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഒരു 200 ടണ്ണോളം ഭാരം ഇതിൽ കയറ്റാൻ പറ്റും. ഏകദേശം സ്പീഡ് 17 നോട്ട്സാണ്. അതായത് ശക്തമായ കടൽ യാത്രയ്ക്ക് അനുയോജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 6 ഡക്കുകളുണ്ട്. ഓപ്പൺ ടോപ്പ് ഡക്ക് മുകളിലുണ്ട്. പിന്നെ ക്യാബിൻസ്, റിക്രിയേഷണൽ ഏരിയാസ്, കഫറ്റേരിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഷിപ്പിലുണ്ട്. അപ്പം നമ്മൾ ഷിപ്പിൽ എത്തിയതിന് ശേഷം ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഷിപ്പ് കയറുന്നവരാണെങ്കിൽ അവരൊരു കോൺഫറൻസ് റൂമിലേക്ക് കൊണ്ടുപോയി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ടു. കോൺഫറൻസ് റൂമിലിരുന്ന് അതെല്ലാം കേട്ടു. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂമിലേക്ക് ഓരോരുത്തരായിട്ട് മാറി പോവുകയാണ് ചെയ്തത്. നമുക്ക് ഓരോരോ ഡെക്കിലായിട്ടും വേ ടു ലൈഫ് ബൂട്ട്, ലൈഫ് ജാക്കറ്റ് എവിടെ നിന്ന് എടുക്കണം എന്നതിനെ പറ്റിയെല്ലാം ഓരോരോ ഡെക്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ സ്കിൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫൂട്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഹാൻഡ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ കിടക്കണം, എല്ലാ രീതിയും ഓരോരോ ഡെക്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷിപ്പിൽ കയറിയതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ തരുന്നുണ്ട്. ഇതുകൂടാതെ ഷിപ്പിനെ പറ്റിയിട്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് കേട്ടോ.